കുമ്പസാര രഹസ്യം ഒരച്ഛൻ പുറത്താക്കി. അന്ന് ആ പള്ളിപ്പരിസരം ആ വാക്കുകളാൽ നിറഞ്ഞു. അത് ഒരു ചെവിയിൽ നിന്ന് മറ്റു ചെവിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുകയായിരുന്നു. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്വരൻ നമസ്കാരം. മനസ്സ വാച അറിയാത്തതിന് ആണ് അന്ന് ആ പള്ളിയിലെ കൊച്ചച്ഛൻ അനുഭവിച്ചത്. കാരണം വൈദികൻ എന്ന നിലയിൽ തിരുസഭയുടെ മുമ്പില് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ് കുമ്പസാര രഹസ്യം പുറത്താക്കുക അല്ലെങ്കിൽ അദ്ദേഹം പരസ്യപ്പെടുത്തുക എന്നത്. മൈനത്തെരുവിൽ കൊലക്കേസ് എന്നൊരു സിനിമ നമ്മൾ കണ്ടു. ആ പണ്ടത്തെ സിനിമയാണ്. അതിലൊരു കുമ്പസാര രഹസ്യം അച്ഛൻ ബെനഡിക്റ്റ് അച്ഛൻ തൻ്റെ ജീവിതത്തിന്റെ ശ്വാസം വിടുന്നത് വരെ പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അവസാനം ആ കുമ്പസാരിച്ച വ്യക്തി, ആ തെറ്റായി കുമ്പസാരിച്ച വ്യക്തി, ആ കൊലപാതകം നടത്തിയ വ്യക്തി അച്ഛനോട് ഒന്ന് മാപ്പ് പറഞ്ഞു. അയാളാണ് പബ്ലിക്കിനെ അറിയിച്ചത്, മാധ്യമങ്ങളെ അറിയിച്ചത്, ലോകത്തെ അറിയിച്ചത്. ബെനഡിക്റ്റ് അച്ഛൻ അല്ല അത് കൊന്നത്, ഞാനാണ് ആ സ്ത്രീയെ കൊന്നത്, ഞാനാണ് ആ മറിയക്കുട്ടിയെ ഗർഭിണിയാക്കിയതെന്ന്. ചരിത്രം അങ്ങനെ നിൽക്കട്ടെ, ഞാൻ ഇതിലേക്ക് വരികയാണ്. ഇത് ഇന്നൊന്നുമല്ല ഈ ഒരു സംഭവം. 1988 ആ കാലഘട്ടത്തിലാണ് വികാരിയത്തിന് ചെവികളിലും എത്തി. പള്ളിയിൽ വന്ന എല്ലാവരുടെയും ചെവികളിലും ഈ ഒരു കാര്യമെത്തി. ആ അച്ഛൻ അല്ലെങ്കിൽ കൊച്ചച്ഛൻ കുമ്പസാര രഹസ്യം പുറത്താക്കി എന്നുള്ള രഹസ്യം. 1987 ഞാൻ ഹെഡ് മാസ്റ്റർ ആയിട്ട് ആ സൺഡേ സ്കൂളിൽ ചെന്നെങ്കിലും വെറും മാസങ്ങളെ ആയിട്ടുള്ളൂ അവിടെ ആ സൺഡേ സ്കൂളിൽ ഒരു പ്രശ്നമുണ്ടാകാൻ. അന്ന് എന്ന് പറയുന്നത് ധാരാളം കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ 58ഉം 60ഉം കുട്ടികളാണ്. ഈ കുമ്പസാര രഹസ്യം പുറത്തായത് സത്യമല്ലെന്ന് എനിക്കറിയാം. അന്ന് മൊബൈലില്ല, മറ്റ് മീഡിയകളില്ല. അത് ഭാഗ്യമായി. അല്ലെങ്കിൽ നിറച്ചേനെ, ഈ ലോകം മുഴുവൻ അറിഞ്ഞേനെ, ആ പാവ അച്ഛന് ക്രൂസിലേറ്റിയേനെ. അതിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണ്. അതൊരു എക്സിക്യൂട്ടഡ് അറ്റാക്കാണ് എന്ന് എനിക്കും അറിയാം, അതുപോലെ കൊച്ചച്ഛനും അറിയാം. ഞാൻ എന്ത് ചെയ്തു? കൊച്ചച്ഛനോട് ചേർന്നു. എൻ്റെ പരിചയക്കാരാണ്, അറിയുന്നവരാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചേട്ടന്മാരൊക്കെ ഉണ്ടതിൽ. ഞാൻ എന്ന പയ്യൻ പറയുന്നത് വിശ്വസിക്കാനും അന്ന് ജനമുണ്ട്. ഞാൻ അന്നത്തെ വികാരി അച്ഛന് റിസൈൻ ലെറ്റർ എഴുതി, രാജിക്കത്ത്. എൻ്റെ പദവിക്കാലത്ത് ഞാൻ അറിഞ്ഞില്ലേലും അതുണ്ടാക്കിയത് 13ാം ക്ലാസ്സിലെ ഒരു പറ്റം വിദ്യാർത്ഥികളാണ്. അതിനാൽ ഭൂരിഭാഗവും എന്നേക്കാൾ 3, 4, 5 വയസ്സിന് മൂത്തവരുമാണ്. വികാരിയച്ഛൻ ആ രാജിക്കത്ത് കീറിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഡാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലടാ, എനിക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ. വല്ലവരും ചെയ്ത് തെറ്റ് നീ എന്തിന് തലയിലേറ്റണം? നീ എന്താ ക്രിസ്തുവോ ക്രൂശിലേറ്റാൻ? ഇത് അന്ന് മാത്രമല്ല, എന്നും ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ആ സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കുന്നത്. ഞാൻ എൻ്റെ വഴിയിലൂടെ ആരംഭിച്ചു അന്വേഷണം. അതിലൊരാളുടെ വീട്ടിൽ പോയി. ഇന്നയാൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ ഇന്നുണ്ട് കേട്ടോ. അന്ന് ആ പയ്യന്റെ പേരെയും പറയുന്നില്ല. അയാളുടെ അപ്പൻ അവിടെയുണ്ട്. അപ്പൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നതാണ്. ഞങ്ങൾ തമ്മിൽ കണക്ഷനുകളാണ്.
ഈ വ്യക്തിയുമായി എനിക്ക് കണക്ഷൻ ഉള്ളതാണ്. അപ്പം പറഞ്ഞു, ഡാ സത്യാവസ്ഥ സാറിന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവൻ ആദ്യം പറയുന്നില്ല, കാരണം കൂട്ടുകാരോടുള്ള ആ ഒരു കണക്ഷൻ കൊണ്ട് പറഞ്ഞില്ല. അന്ന് 13ാം ക്ലാസ് എടുത്തിരുന്നത് വികാരിയച്ചൻ തന്നെയായിരുന്നു. POCയിലെ ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. ആയതിനാൽ ചില ഞായറാഴ്ചകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ ക്ലാസ്സിൽ കണക്ഷൻ ഉണ്ടാവില്ല. ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയം, അതായത് ഞാൻ ചെന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്ന് ക്ലാസ് ഇല്ല, അച്ഛനില്ല, അതുകൊണ്ട് എല്ലാവരും പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് അവരെല്ലാം പോയി കാണും എന്ന് തന്നെ ഞാൻ കരുതിയത്. ഞാൻ തിരികെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് ഈ ക്ലാസിന്റെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ് നടത്തുന്നത് നമ്മുടെ അച്ഛൻ്റെ അച്ഛനാണ്, ഒച്ചച്ചൻ. ഈ കാര്യത്തില് പ്രതി എന്ന് അവർ പറയുന്ന അച്ഛൻ. അച്ഛൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, അത്രയധികം ബഹളമാണ് അവിടെ നിന്ന്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. കൊച്ചച്ഛൻ അവരുടെ ബഹളം കൊണ്ട് ക്ലാസ് എടുക്കുന്നത് നിർത്തിയിട്ട് അവരുടെ ക്ലാസ്സിൽ ചെന്നു. അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ അച്ഛൻ വന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല എന്ന്, ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പോ ഒരുത്തൻ ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് അച്ഛൻ ഇത്തിരി റഫായിട്ട് പറയുന്ന പോലെ തോന്നും. നിന്റെ അപ്പനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവര് മറ്റൊരു തലത്തിലാക്കി, അപ്പനെ വിളിച്ചെന്നാക്കി. അവര് ഒത്തിരി ശബ്ദമുണ്ടാക്കി. അച്ഛൻ അധികം സംസാരിക്കാതെ എല്ലാവരും വിട്ടിട്ട് വാതിലടച്ചിട്ട് അപ്പനെ കണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവനും കൂട്ടുകാർക്കും തങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായി, മുറിവായി തോന്നി. പ്രതികാര ചിന്തകളായി. അവർ അവിടുത്തെ പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും മിണ്ടാതെയായി. കാരണം എന്താണ്? അച്ഛനല്ലേ. എങ്കിലും അവർ കുറെ പറഞ്ഞു. പിന്നെ അവർ ചിന്തിച്ചു, എങ്ങനെ അച്ഛന് പണി കൊടുക്കാമെന്നാണ് അവര് ആലോചിച്ചത്. അതാണ് അവരുടെ വളരെ മോശമായ വഴിയിലൂടെ ചിന്തിക്കാൻ ഇടയാക്കിയത്. അന്ന് തന്നെ ഉച്ചയോടെ അവരുടെ പ്രതികാരം തീർത്തു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടുത്തെ കാറ്റഗിസം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. കാര്യങ്ങളൊന്നും എന്താണ് സംഭവിക്കുന്നതെന്നും അറിയില്ല. അതിനിടെ ഒരുത്തൻ എന്നെ കണ്ടിട്ട് പറയാണ്, നിന്റെ അച്ഛന് ഞങ്ങൾ പണി കൊടുത്തിട്ടുണ്ട് കേട്ടാ, അത് നീ വഴിയെ അറിയും എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു വല്ലാത്ത പണിയാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അവർ പറഞ്ഞത്, അതായത് അന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഞാൻ പറയുകയാണ്. അച്ഛനോട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് ഇവർ 6 പേരും കൂടി ചെന്നു. അച്ഛൻ കരുതി അവർക്ക് വിഷമമുണ്ടായി, തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചാൽ വിഷമമുണ്ടായി, അത് മാനസാന്തരപ്പെട്ടാണെന്ന്. ആ വൈദികൻ പറഞ്ഞു, ഞാൻ കുമ്പസാരക്കൂട്ടിലിരിക്കാം, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ അവർ നിരനിരയായി അവിടെ നിന്നുകൊണ്ട് ഒത്തിരി അനാവശ്യം അവിടെ നിന്ന് പറഞ്ഞു. അച്ഛൻ്റെ അപ്പനെയും അച്ഛൻ്റെ അമ്മയെയും ഒക്കെ കൂട്ടിയാണ് ഒത്തിരി തെറികൾ പറഞ്ഞത്. അച്ഛൻ അവിടെ നിന്ന് കണ്ണീരൊഴുക്കിയായിരുന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറയാണ്, എനിക്ക് പോലും സങ്കടമുണ്ടായി, പക്ഷേ കൂട്ടുകാർ പറയുന്നതിൽ എനിക്ക് കേൾക്കാൻ പറ്റൂ, എന്റെ ചേട്ടന്മാരെ പറയുന്നതിൽ എനിക്ക് കേൾക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഇതെല്ലാം അച്ഛനെ വിളിച്ചത്. അതായത് ഡാഷ് മോനെ എന്ന് ഞാൻ അച്ഛനെ വിളിച്ചു, ക്ഷമിക്കണേ, ഡാഷ് 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 മോനെ, അച്ഛനെ ഞാൻ അങ്ങനെ വിളിച്ചു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കുറെ തെറ്റുകൾ അവിടെ പറഞ്ഞു. എല്ലാം അച്ഛനെ ബേസ് കൊണ്ടാണ്, അല്ലാതെ അവര് പാപത്തെ പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർ വന്നത്. അതവരെ എക്സിക്യൂട്ടഡ് ആയിരുന്നു. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 38 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ കാര്യം അച്ഛനെന്നും ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇവനിൽ നിന്നാണ്, ഞാൻ സംസാരിച്ച വിദ്യാർത്ഥിയിൽ നിന്നാണ്. അച്ഛൻ കുമ്പസാര രഹസ്യം പുറത്തു പറഞ്ഞത് അവർ പരത്തി. എങ്ങനെ പരത്തി എന്നറിയാവോ? അവര്
ഈ പള്ളിയുടെ അവിടെയും അവർക്ക് പരിചയമുള്ള എല്ലാവരോടും പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. അതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവര് തെറിയും അതൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ അച്ഛനത് പറഞ്ഞു എന്ന് ആക്കുകയാണ് ചെയ്തത്. അവർ ആ അച്ഛനെ കുറ്റപ്പെടുത്താൻ അന്ന് ആ മൈനത്തെരുവിൽ കുരക്കേസിൽ അവർ ചെയ്തതുപോലെ തന്നെ ഇവിടെ ചെയ്യുകയാണ്. ആ പാവം അച്ഛനെ കീറി മുറിച്ചു സമൂഹ മധ്യത്തിൽ. എല്ലാവരോടും പറഞ്ഞു അച്ഛൻ കുമ്പസാര രഹസ്യം പുറത്താക്കി എന്നുള്ളത്. കുമ്പസാര രഹസ്യം അങ്ങാടി പാട്ടാക്കി എന്ന് പറഞ്ഞ് അപമാനിക്കുകയായിരുന്നു. അതിന്റെ ഗൗരവം അവർക്കെന്നറിയില്ലായിരുന്നു. കാരണം അവർക്ക് അതിനുള്ള പക്വതയായില്ലെന്ന് തന്നെ പറയാം. അതെല്ലാം വലിയ തെറ്റാണെന്ന് അറിഞ്ഞത് വികാരിയച്ഛൻ പറഞ്ഞപ്പോഴാണ്. കടിച്ച പാമ്പുകളെയെല്ലാം ഞാൻ വികാരിയച്ഛന്റെ അടുത്തെത്തിച്ചു, കൊച്ചച്ഛനോട് മാപ്പ് പറയിച്ചു. അപ്പോഴാണ് വികാരിയച്ഛൻ പറഞ്ഞത്, കുംഭസാരം എന്ന പരിപാവനമായ ആ കൂദാശയെ നിങ്ങൾ വ്യഭിചരിക്കുകയായിരുന്നുവെന്ന്, ഒരിക്കലും ഒരു ക്രൈസ്തവൻ ചെയ്യാത്തതാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അതെ, അത് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമുണ്ടായി. അതിൽ പ്രായം കുറഞ്ഞവരുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളമൊഴുകി. പാവം കൊച്ചച്ഛൻ അവിടെ നിന്ന് കരയുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, മക്കളെ, നിങ്ങൾ എൻ്റെ അനിയന്റെ പ്രായമേ ഉള്ളൂ. നിങ്ങൾ ഇനി ഒരിക്കലും ഇതുപോലെ ഒരച്ഛനോടും പ്രവർത്തിക്കരുതേ എന്ന് കാല് പിടിക്കുന്ന പോലെ അപേക്ഷിക്കുകയാണ്. അതെ, നിങ്ങൾ അറിയുക, ഒരാൾ വിചാരിച്ചാൽ എന്തും ഈ ലോകത്തെ മാറ്റിമറിക്കാം. ഒരു നന്മയെ എന്ന മനുഷ്യനെ തിന്മയിലാക്കാം. 10 പേരുണ്ടെങ്കിൽ ഒരാൾ സത്യം പറയും, ബാക്കി 9 പേർ നുണ പറഞ്ഞാൽ ആ നുണ സത്യമാകുന്ന കാലമാണ്. അന്നും അങ്ങനെയാണ്. അതിനും കുറെ നാളുകൾക്ക് മുമ്പല്ലേ യൂദാസ് ഒറ്റിക്കൊടുത്തത്. കയ്യഫാസ് തൻ്റെ അനുചരന്മാരോടും ആ യഹൂദ പ്രമാണികരോടും പറഞ്ഞതും അതുതന്നെയല്ലേ? ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ പറഞ്ഞതും അതുതന്നെയല്ലേ? അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ആ പാവം അച്ഛനെ അവിടെ ക്രൂശിലേറ്റി. നിങ്ങൾ കുമ്പസാരത്തെ വ്യഭിചരിക്കുന്നതായിട്ട് പലയിടത്തും കാണുമ്പോൾ, പല മാധ്യമങ്ങളുടെ കാണുമ്പോൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവിടെ അച്ഛനല്ല പ്രശ്നം, ചില സ്ത്രീകളാണ്. ഉദാഹരണ സഹിതം എനിക്ക് പറയാനാവും, ഇനിയുള്ള വീഡിയോകളിലൂടെ എനിക്ക് തരാനാകും. ആ സ്ത്രീകൾ അനാവശ്യമായ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ അച്ഛനെ പ്രലോഭിപ്പിച്ചാണ് അവിടെ ആ കാറിൽ എത്തിച്ചത്. അത് മീഡിയയിൽ വന്നപ്പോൾ അത് അച്ഛനാണ് കുറ്റക്കാരൻ. സത്യത്തിൽ ക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കാൻ എത്തിയില്ലേ സാത്താൻ? അതെ, സാത്താന്റെ പ്രതിരൂപങ്ങളായ ഒത്തിരി പേര് നമ്മളുടെ നാട്ടിലുണ്ട്. അവർ തന്നെയായിരുന്നു ഈ ചെറുപ്പക്കാരിലും എത്തിയത്. സാത്താന്റെ സാന്നിധ്യമായിരുന്നു, അധിനിവേശമായിരുന്നു, ആധിപത്യമായിരുന്നു. അവർ മാപ്പ് പറഞ്ഞു, പിന്നെ ശരിയായ കുമ്പസാരം നടത്തിയാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിലൊന്നും ഇതുപോലെ ഒരു ചിന്തകൾ വരാതിരിക്കട്ടെ. ഏവർക്കും വിശ്വസിക്കട്ടെ. ഏവർക്കും നമസ്കാരം. മറ്റു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.